പറമ്പിക്കറി കയ്യേറ്റം നടത്താൻ ആരാ നിങ്ങൾ കളിയാറുന്നത്? ഞാൻ തന്നെയാ. അത് ശരി, തെമ്മാരത്തിനും കളിക്കുന്നു. എന്റെ നെഞ്ചത്ത് ചവിട്ടിനെ നിങ്ങൾക്ക് ഇനി ഇവിടെ അടക്കാൻ പറ്റൂ? എന്റെ പണം ഞാൻ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അളന്ന് തിരിച്ചിട്ട് ഇനി ഞാൻ പോകും. ഇതും കൂടി വെട്ടിപ്പിടിച്ച് നിങ്ങളുടെ കുടുംബത്ത് കൊണ്ടുവന്നായിരിക്കും. അത് നടപ്പില്ല. നിങ്ങൾക്ക് തരാനുള്ള കാശിന്റെ ഇരട്ടി ഞാൻ തരാം ഒരാഴ്ചക്കകം. കാലം എത്ര ഇത് കേട്ടു തുടങ്ങിയിട്ട്? ബുധനാഴ്ചത്തെ അവധി കഴിഞ്ഞ് 1 മാസമായി. ഇനിയും തരുവത്ര. ചേട്ടാ എന്താ ഇത്? ധനം വിദ്വാന് ഭൂഷണമല്ല ചേട്ടാ. താൻ തന്നെ കാര്യം നോക്കണം. ഓ എന്റെ പോയിനേട്ടാ, അമ്മാവന്മാരും മരുമക്കളും തമ്മിൽ ഇങ്ങനെ കടിച്ചു കയറുന്നത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം. ഏട്ടൻ വരൂ. നീ എന്തിനാ ഈ സർപ്പക്കാവിൽ വന്ന് കിടക്കണേ? അവരെല്ലാം ഇവിടുന്ന് പോകാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല. അവരൊക്കെ പോയില്ലോ. വാ വാ, എനിക്ക് എന്നെ തട്ടിടല്ലേ. ഏട്ടൻ ഇവിടുത്തെ അവസ്ഥയൊക്കെ അറിയാവുന്നതല്ലേ, എന്നിട്ടും എന്താ ഇങ്ങനെ? അവസ്ഥയൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാ, അതെനിക്ക് കിട്ടണം. തരാനുള്ള കാശിന് 25 സെന്റ് സ്ഥലം ഞാൻ ഇവിടെ നടന്നെടുത്തിരിക്കും. അവന്റെ കൂടുതലൊന്നും പറയണ്ട. ഈ സ്ഥലം സൂത്രത്തിൽ ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് അന്ന് വലിയ കാര്യത്തിൽ രൂപ ഒന്ന് സഹായിച്ചെന്ന് ഇപ്പഴാ മനസ്സിലായത്. അച്ഛന്റെ സ്വത്ത് മുഴുവൻ കള്ളക്കേസിൽ സ്വന്തമാക്കിയത് പോരല്ലേ? എന്ത് ചേട്ടാ, എന്റെ നിയന്ത്രണം വിട്ടു തുടങ്ങിട്ടോ. കാര്യം പറയുമ്പോ മുന്തി വിട്. ഇത് എവിടുത്തെ മര്യാദയാ? ഞാൻ പോവാ. തന്നെ കഴിഞ്ഞ് ശരിയാക്കിയാലോ? പോകുന്നോ പോട്ടെ, രണ്ടിലൊന്നും എനിക്ക് ഇപ്പൊ അറിയണം. അമ്മാവൻ ഇത്തവണ കൂടി ക്ഷമിക്ക്. ബാങ്ക് ലോൺ ശരിയായാലും ഉടൻ കാശ് തിരിച്ചു തന്നേക്കാം. ഇനി വരുന്നത് ഞാൻ പോലീസിനെ കൂട്ടിയായിരിക്കും. കുറച്ചു ദിവസം കൂടെ നിനക്കിവിടെ നിന്നൂടെയാ പുണ്യേ? മടുത്തു, മതിയായി. അമ്മ കണ്ടതല്ലേ നടുമുറ്റത്തൊരു കുരുക്ഷേത്ര യുദ്ധം. ഇതൊന്നും വയ്യാഞ്ഞിട്ടാ ഞാൻ സന്യസിക്കാൻ പോയത്. വല്ലപ്പോഴേക്ക് തിരിച്ചു വരുമ്പോ അടിയും പിടിയും മുണ്ടും തള്ളും. മതിയായി. എല്ലാവരോടും പറഞ്ഞേക്ക് അപൂർണാനന്ദ സ്വാമികൾ യാത്രയാവുകയാണ്. അമ്മ ഒന്ന് അനുഗ്രഹിച്ചേ. അനുഗ്രഹിച്ച എന്നെ അമ്മയ്ക്കും കൈക്കൂലി കൊടുക്കണം. കേരളത്തിലല്ലേ ജീവിക്കണേ. ഞാൻ ചെയ്തത് തികച്ചും ശരിയാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഈ കാര്യത്തിൽ ഞാൻ ഗോപിയേട്ടനെ കുറ്റപ്പെടുത്തു. എന്റെ അച്ഛനാണെന്ന കാര്യം പോട്ടെ, ഗോപിയേട്ടന്റെ അമ്മാവനാണെന്നെങ്കിലും ഓർക്കായിരുന്നില്ലേ? ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഗോപിയേട്ടന്റെ സ്വഭാവത്തിലൊന്ന് മാറ്റം കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുക ഗോപിയേട്ടൻ. അയ്യോ, ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല, സത്യമായിട്ടും ഇല്ല. പിന്നെ അച്ഛൻ അടുത്ത ആഴ്ച എന്റെ രൂപ കൊടുക്കാന്ന് എങ്ങനെ പറഞ്ഞത്? ഇന്ദുവിന് 100 പവന്റെ സ്വർണം കൊടുത്ത് കെട്ടിച്ചയക്കാമെന്ന് എന്തിനാ വാക്ക് കൊടുത്തേ? ഗോപിയേട്ടൻ എന്താ കള്ളക്കടത്തുണ്ടോ? കള്ളക്കടത്തോ? തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും പറയരുത്, വെറുതെ ആൾക്കാർ തെറ്റിദ്ധരിക്കും. സ്വർണ്ണരഥം, ദേഹം മുഴുവൻ സ്വർണം കൊണ്ടുള്ള ബഹളം, എന്തൊക്കെയാ പറഞ്ഞത്? അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതൊക്കെ എന്റെ ഒരു സ്വപ്നം പറഞ്ഞാണ് മായേ. ഇടത്തരക്കാരന്റെ ജീവിതം മുഴുവൻ സ്വപ്നങ്ങളല്ലേ. അതൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തില നിന്റെ ഗോപിയേട്ടൻ. അയ്യോ, എന്റെ പോക്കറ്റ് അടിച്ചേ. വണ്ടി നിർത്ത്. ഈശ്വര, അപ്പൊ എന്റെ കയ്യിൽ ബിസ്ക്കറ്റ്. ആരും ബഹളം വയ്ക്കണ്ട, ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. പോലീസ് സ്റ്റേഷനിൽ പോയി ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ എനിക്കിന്നൊരു PSC ടെസ്റ്റ് ഉള്ളതാ. സമയമായി. പോലീസിന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേറെ ടെസ്റ്റ് ചെയ്താൽ മതി. ആരെങ്കിലും എന്തെങ്കിലും പോക്കറ്റിലും കാണിച്ചതിന് നമ്മൾ എല്ലാവരും കൂടി ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും ഉള്ളതാ. നമുക്ക് തന്നെ തപ്പാം. വാ വാ വാ. അല്ലാതെ പറഞ്ഞത് പോയിട്ട് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളുള്ളതാ. ആദ്യം സാറിനെ തന്നെ ചെക്ക് ചെയ്യാം. എന്നെന്താ ചെക്ക് ചെയ്യുന്നത്? അതേ കുന്നമ്പ കുറച്ചും തപ്പണമെന്നാ. മാറിയുന്നേ. നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് പോലീസ് മാത്രമല്ല, മനുഷ്യന് വിചാരിച്ചാലും കള്ളന്മാരെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാ. പിന്നെ എടുത്തിട്ടില്ല എന്തിനാ പഠിക്കുന്നത്? ഞാൻ ചെക്ക് ചെയ്യാം. ഞാൻ ധൃതിക്കാം. ഞാൻ കാര്യം പറഞ്ഞോട്ടെ. ഞാൻ കള്ളനല്ല, ഞാൻ പോക്കറ്റ് അടിക്കാരനല്ല. സത്യമായിട്ടും എനിക്ക് ടെസ്റ്റ് ഉള്ളതാ. എന്നെക്കൊണ്ട് പിരിഞ്ഞു പോണേ പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കേ. അയ്യോ അയ്യോ, വരരുതേ. അയ്യോ, ആരെങ്കിലും എത്തിക്കാൻ പോകരുത്. അയ്യോ
കാര്യം പറഞ്ഞിട്ടാണ് അത്രയ്ക്ക് ദാഹമുള്ളണ്ട. ഒരു ചായ 2 ഗ്ലാസ് വെള്ളം എനിക്ക് കിട്ടുമ്പോ തിരിച്ചു തരാമേ. കള്ളം മൈഞ്ച മോനെ, എത്ര നാളാണോ നിന്നെ തെരഞ്ഞെടുക്കുന്നത്? കാശ് ഞാൻ പിന്നെ തരാം. എപ്പോ പിന്നെ? എന്റെ അഭിമാനത്തിൽ ഇപ്പോ തരണം. ഞാൻ പിന്നെ തരാം. ഞാൻ പിന്നെ വിടൂല, ഇന്ന് വിടൂല. അവിടെ നിന്നേ, അവിടെ നിന്ന് എനിക്ക് പൈസ കുറച്ചു തരാം. എടാ പൈസ കുറച്ചു തരാം. അവിടെ നിൽക്കടാ, അവിടെ നിൽക്കേ. ഈ ദിശയിൽ നീ എങ്ങോട്ട് പോകാനാടാ? നീ ഹെലികോപ്റ്ററിൽ പറക്കാൻ. ആടാ നിന്നെ വിടൂലടാ. ഗോപിയേ, ഗോപ്. എടാ നമസ്കാരം വസൂട്ട. ഗോപിയെ ഇതുവഴി കണ്ടിട്ട് കുറെ ആയല്ലോ. നേരം കിട്ടണ്ടേ? കട പൂട്ടി വീട്ടിൽ എത്തുമ്പോ തന്നെ 9 മണി കഴിയും. എന്തായി പെങ്ങന്മാരുടെ കല്യാണമൊക്കെ ശരിയായോ? 2-3 അന്വേഷണങ്ങളൊക്കെ വന്നിരുന്നു. ജാതകം ചേരാത്തോണ്ട് ഒന്നും നടന്നില്ല. ശരിയാ, കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു വിധിയല്ലേ? സത്യമാണോ വാസുട്ടേ പറയുന്നത്? അല്ല, ഗോപി വെറുതെ വന്നതാ? ഔസേപ്പച്ച മുതലാളിയുടെ വീട് വരെ വന്നപ്പോ ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാന്ന് കരുതി. ഈ തീയിലിട്ട സ്വർണം കാണാൻ നല്ല ഭംഗിയല്ലേ? സാധാരണയായി വാസുട്ടൻ ഇവിടുന്ന് സ്വർണം ഒരുക്കി കൊടുക്കാറുണ്ടോ? എന്താ ഉരുക്കാൻ സ്വർണം ഉണ്ടോ കയ്യില്? അല്ല, നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, 2 കോടിയുടെ സ്വർണം പിടിച്ചു, 3 കോടിയുടെ സ്വർണം പിടിച്ചു എന്നൊക്കെ. ഇതൊക്കെ എങ്ങനെയാ വിറ്റ് കാശാക്കുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യം ഓർത്ത് എന്തിനാ ഗോപി തല ഉണ്ടാക്കുന്നേ? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഓർത്ത് നമ്മളെന്താ തല പുണ്ണാക്കാക്കുന്നത്? സാർ, ഞാൻ വൈകിട്ട് വീട്ടിലെത്തിച്ചോളാം. എത്ര ദിവസമായി അറിഞ്ഞാലുണ്ടാക്കാൻ തന്നിട്ട്? നാളെ ആ മോളുടെ പേര് വിളിന്ന് കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞല്ലേ? നാളെ അല്ലേ സാർ? ഇനിയും സമയം എത്ര കിടക്കുന്നു? ഇന്ന് വൈകുന്നേരം ഞാൻ സാറിന്റെ വീട്ടിലെത്തിച്ചോളാം, പോരെ? എന്റെ ഉറപ്പല്ലേ? ആ, വണ്ടിയുടെ. ആ, പിന്നെ കള്ളക്കടത്തുകാർ എറിഞ്ഞു കളഞ്ഞ സ്വർണം ഈ ടൗണിൽ തന്നെ ആരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ട്. സ്വർണം വിൽക്കാൻ വരുന്ന ആരെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ചു പറയാം. ഓ, ചെക്കൻ അന്ന് രാത്രിയില് താമസിച്ചു വന്നപ്പോ മുതല് ഞാൻ ശ്രദ്ധിക്കുന്നതാ ഒരു മാറ്റം. മനസ്സിന് പിരിമുറുക്കുണ്ടാവും, വിഭ്രാന്തി ഉണ്ടാവും, ഗോവിന്ദേട്ടൻ വസ്തു കൊണ്ടുപോകുന്നുള്ള പേടിയും എല്ലാം ഉണ്ടാവും. 100-200 പവൻ കൊടുത്ത് ഇന്ദുവിനെ കെട്ടിച്ചയക്കുമെന്ന് പറഞ്ഞതായി എനിക്ക് മനസ്സിലാവാത്ത. സ്വബോധം ഇല്ലാണ്ടായ പിന്നെ പറയുന്നതിന് വല്ല അർത്ഥം. മോഹൻ ഇവിടെ വന്നിരുന്നു. നീ കടയിൽ പോയിട്ട് കുറെ ദിവസമായെന്ന് പറഞ്ഞല്ലോ അവൻ. ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചു. എന്താ കാരണം? കാരണമൊന്നുമില്ല, എനിക്ക് തോന്നി. ദിവസവും കിടന്ന് മരിച്ചു പണിതാൽ എന്താ കിട്ടുമെന്ന് എനിക്കല്ലേ അറിയൂ. എന്റെ കുട്ടി, ഇന്നത്തെ കാലത്ത് ചെറുതാണെങ്കിലും ഒരു പണി കിട്ടാന്ന് വെച്ചാ. അമ്മാമ പേടിക്കണ്ട, സ്വന്തമായിട്ടൊരു കട ടൗണിൽ തുടങ്ങിയാലെന്ന് ആലോചിക്കാൻ ഞാൻ. അതിനൊക്കെ പൈസ എത്ര ഉണ്ടായാലാ? അതൊക്കെ ഉണ്ടാവും. എവിടുന്ന്? ഈ ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് 4 നേരം സുഖഭക്ഷണവും കഴിച്ച് ജീവിതം തള്ളി നീക്കിയാല് അതൊന്നും മനസ്സിലാവില്ല. അതിന് ബുദ്ധി വേണം, ബുദ്ധി. ഉള്ള സ്ഥലം വിറ്റിന്ന് ജീവിക്കാൻ ആർക്കും പറ്റും. ഗോപി, ആരും എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ കേട്ടില്ലേ ജാനകി? നാരായണനാര് മരിച്ചപ്പോ വാവിട്ട് കരയുന്ന 4 കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാ ഞാൻ. എന്നെ പോലും മറന്ന് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു. ഇപ്പൊ എനിക്ക് കിട്ടി അതിനുള്ള പ്രതിഫലം. നാരായണേട്ടൻ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രതി ഞാൻ വിചാരിച്ച ആള് തന്നെയാ. അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാ. കഴിഞ്ഞ ആഴ്ചയെ ഓടി വന്ന് 50 രൂപ ബലമായിട്ട് എന്റെ കയ്യിലോട്ട് തിരികെ വെച്ച് വന്ന്. നാരായണോ, ഗോപിയെ പറ്റി നീ പറഞ്ഞൊക്കെ നേരാണോ? പിന്നെ നോണ പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കേണ്ട വല്ല ആവശ്യം എനിക്കുണ്ടോ മേന്നെ? ആദ്യമൊക്കെ ചെറിയ ലക്ഷണം ഉണ്ടായിരുന്നുള്ളൂ,
ഇപ്പൊ ദേഹോദരം തുടങ്ങിയിരിക്കണത്രേ. ഗോവിന്ദൻ നായർ തല്ലാൻ ചെന്നോ എന്തൊക്കെയോ പറയണ കേട്ടു. മനുഷ്യന്മാരുടെ സ്ഥിതി ഗോപിക്ക് കൊടുത്ത മുതലും പലിശയൊക്കെ പോയി തന്നെ അല്ലേ മേന്നെ? കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല. അവൻ വല്ല ദേവോത്തരം ഏൽപ്പിക്കുന്ന ആൾപ്പെടേണ്ട പേടി. അതുറപ്പാ. അയ്യോ, എന്റെ കാര്യത്തിന് ഒരു കുഴപ്പമില്ല. നാരായണേട്ടാ, എന്താ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. മനസ്സിലായി. ഈ കടയൊന്ന് ഉഷാറാക്കണമെന്ന് പറഞ്ഞ് നാരായണേട്ടൻ പല പ്രാവശ്യം എന്റെ അടുത്ത് രൂപ കടം ചോദിച്ചിട്ടുണ്ടല്ലേ? ഞാൻ തന്നിട്ടില്ല. എന്നാ വിഷമിക്കണ്ട, ചോദിക്കാതെ തന്നെ ഞാൻ നാരായണേട്ടന് കുറച്ച് രൂപ തരാൻ പോവുക. എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരണം. അയ്യോ വേണ്ട ഗോപി, എനിക്ക് പണത്തിന്റെ ആവശ്യമില്ല. എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ രൂപ തരും. ഗോപിക്ക് എന്തെങ്കിലും കുടിക്കാൻ? കുടിക്കാൻ എനിക്ക് പാല് തന്നെ ആയിക്കോട്ടെ. അയ്യോ, പണിക്കരേട്ടനോ? ഞാൻ ഈ വടയുടെ വില നിലവാരമൊക്കെ നോക്കുവായിരുന്നു. വരട്ടെ. പിന്നെ പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. പട്ടണം, ഹൃദയം. ആയിക്കോട്ടെ. ദാ ഇത് വെച്ചോ. വേഗം വേണം. മേനോൻ ചേട്ടനോ? ഈ കണ്ണാടിപ്പെട്ടിക്കകത്ത് എന്തോ എടുക്കുക? ഞാൻ ചേട്ടനെ കാണാൻ കാത്തിരിക്കായിരുന്നു. നമ്മുടെ പൈസയുടെ കാര്യമില്ലേ? പൈസ വേണ്ട. തരാം. ഗോപി, പാല്. ചേട്ടാ, എല്ലാം പരിഹരിക്കാം. അതെന്താ?